ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ 29 നോമ്പും കഴിഞ്ഞ് പെരുന്നാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 3 വർഷത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഫസ്റ്റ് പെരുന്നാളിന് കൂടുന്നത്. കാരണം ഇപ്പോൾ ഫെസിൻ്റെ പ്രസവമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ്, എൻ്റെ വീട്ടിലാണ്, ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ. അപ്പോൾ ഫെസിൻ്റെ ഫസ്റ്റ് പെരുന്നാളാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ കൊണ്ട് ഈ പെരുന്നാൾ സ്പെഷ്യലാണ്. ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി പോവാൻ മൗഡ്സീന പള്ളിക്കാണ് ഞങ്ങൾ പോവാറ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫെസിൻ്റെ ഫസ്റ്റ് പെരുന്നാളാണ്. അവനും ഇവിടെ ഫുള്ള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. 10 മണി നമ്മുടെ ഫസ്റ്റത്തെ പെരുന്നാളാണോ? നമ്മുടെ ഫസ്റ്റത്തെ പെരുന്നാളാണ് അല്ലേ? എന്താണ് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ കുളിച്ച് ഒരുങ്ങിയിട്ട് പള്ളിയിൽ പോവാൻ നിൽക്കണല്ലേ? എന്താണ് പള്ളിയിൽ പോകണ്ടേ നമുക്ക്? പെരുന്നാളല്ലേന്ന്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു സാധനമുണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ എപ്പോഴും കൂടുതൽ കടക്കാനൊക്കെ അവർക്ക് നല്ല മടിയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കടന്ന് അവൻ കരയാൻ തുടങ്ങിയാൽ ഞാൻ ഇതിലെടുത്ത് കടത്തും. അപ്പോൾ ഇതിൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. എത്ര നേരം വേണേലും ഈ കൊട്ടയിൽ കടന്നോളൂ. അപ്പോൾ നമ്മളെല്ലാവരും മൗണ്ടസീന ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 7:30 ഇവിടെ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു 7:25 അയക്കണം. ഇപ്പോൾ ഫെസ്സിന് കുഴപ്പമൊന്നുമില്ല, അവൻ നല്ല കുട്ടിയായിട്ട് കടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഫൈഹ ആണെങ്കിലും ഫൈഹ ആദ്യമായിട്ടാണ് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത്. ഇതുവരെ ഇത്രയും കാലത്തെ പെരുന്നാളൊക്കെ ആലത്തൂർ പള്ളികളിലായിരുന്നു. നമസ്കാരത്തിന് ശേഷം ഇവിടെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ചൂടത്ത് എന്തായാലും അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ ഫെസിനാണെങ്കിൽ ഇവിടെ അമ്മിയുടെ കയ്യിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അമ്മി ആട്ടി ആട്ടി ഉറക്കിയിട്ടുണ്ട് അവനെ. ഇവിടെ റിസിലാകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ അവൻ്റെ അമ്മ വേറൊരു ഉണ്ണീനെ എടുത്തിരിക്കണത് അവനക്ക് വല്ലാണ്ട് പറ്റിയിട്ടില്ല. സത്തേ എന്താണ്, എന്താ പ്രശ്നം? അപ്പോൾ നിസ്കാരം കുത്തുബയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് വിഷയിലും തമാശകൾ പറയലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി. ഫൈഹാണെങ്കിൽ ഫുള്ള് ഓടിക്കളിയാണ്. ഈ തലവിട്ട് ആ തലവരെ ഓടിക്കളിക്കിടും. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ വെറുതെ ഇരിക്കില്ലേ, വയറ് കുറച്ച് കാലിയായപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. പൈസ ഒന്നെടുത്തോ, ഏതാ വേണ്ട? അതോ അവിടെ ഇരുന്ന് കഴിച്ചോ. എന്നാ പിടി. പിന്നെ ഉച്ചക്കല ഫുഡ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൗഫിക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ പുഴയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് മാനൂർപ്പാലത്തിൻ്റെ താഴെ പോയിരിക്കുക, പുഴയിൽ പോയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും പെരുന്നാളായിട്ട് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൂടെ വന്നിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. സത്തു, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യണത്? പൂക്കളുണ്ടാക്കുക. ഫൈഹ ഇതാ മണലൊക്കെ കോരി കളിച്ചോ. എന്താണ്, അവൾക്ക് വെള്ളത്തിൽ കളിക്കാനാണ് പൂതി അല്ലേ? അവൾ വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഫൈഹ എന്താണെന്നറിയോ, വെള്ളത്തിലൊക്കെ ചീച്ചിയാണേ. അത് കളിച്ചാലില്ലേ ചൊറി വരും. ഇതവിടെയൊക്കെ ചൊറി വരും കേട്ടോ. എന്നാ ഇതിൽ മണലിൽ കളിച്ചോ. എന്താ അതിൽ കളിച്ചോ. എന്താ ഇവളെയും കൂട്ടോ കളിക്കാനീ? കളിച്ചോ.
ഇതാണ് പാവങ്ങളുടെ കടൽ. ഓക്കെ, കൊറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഉറക്കത്തിലാണ് ആള്. സ്വത്തുമണി, ഞാൻ ഇവളിനെ വിളിച്ചതാണേ. സ്വത്തു, മറിയം, മറിയം എന്താണ് ഉവ്വായോ? പൂവാണോ? ജയ്യോ എന്താ ചെയ്യണത്? അരിക്കേ, മണലരിക്കാണ്. ഇപ്പൊ എനിക്ക് ടച്ചൊക്കെ വിട്ട് വ്ളോഗ് ചെയ്യാനുള്ളത് കുറെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴേ ഇതും പറക്ക് പറ എല്ലാരോടും. ഒരു ഇതും പറക്ക് പറ. അവൾക്ക് എന്തേലും അവൾ പറയും, എല്ലാം പറയും. ക്യാമറ ഓണാക്കി അവൾ വേറെ ആരുമാണ്. ഇവിടെ എല്ലാരും കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അശ്മിതാത്ത പറ, എന്തേലും പറ, എന്തേലും പറ. നല്ല ഉറക്കത്തിലാണ്. അവൻ വന്ന ഉടനൊക്കെ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. മൊത്തത്തില് ആംബിയൻസ് ഒക്കെ അവർക്ക് നല്ല ഇഷ്ടമായിക്കണു. ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സൂര്യനൊക്കെ പോയി, ഇപ്പഴാണോ വരുന്നത്? ഇപ്പഴാ നിങ്ങൾ കൊതിച്ചത്. ഇത് പറക്ക്, എന്തേലും പറയൂ. എന്ത് പറയാ, പുഴയിലൊന്നും വെള്ളമില്ല, ആ വൈബൊക്കെ പോയി. നീ കാണുന്നത് പിന്നെ എന്താണ്? ഫൈഹ എന്താ കളിക്കണത്? ഐഷുതാത്ത എന്തൊക്കെയാണ് വിശേഷം? ഞാൻ പല്ലൊക്കെ എവിടെ പോയി? പറിച്ചു പോയോ? ഇനി വരില്ല ഇതൊന്നും. അപ്പൊ എന്ത് ചെയ്യും? ഇല്ലേ, വരില്ലേ? പോയ പല്ലൊന്നും വരില്ല. പിന്നെ എന്താ ചെയ്യാ? ഇവിടെ നെല്ലിമരോ? അപ്പൊ ഏതാ പ്ലാവ് മരം? അതാ നെല്ലിമരം. ഇതെവിടുന്നാ? തരി. ഓ അവിടുന്ന്. ഓ അവര് വേറെ സ്ഥലത്തുനിന്ന് നല്ല മണൽ ഇമ്പോർട്ട് ചെയ്യണം ഇങ്ങോട്ട്. ഉണ്ട്. ആ താറിനെ കുറിച്ച് പറയാലോ? എനിക്ക് ആകെ ആയിരുന്നു 4 ചക്രം ഉണ്ടെന്ന് അറിയുള്ളൂ. ഇതെന്താ? ഓ നീ വീഡിയോ എടുക്കണോ? ട്രാൻസിഷൻ ആണോ? എന്താണ്? നീ ഒന്ന് പോയി ചവിട്ടോ? എനിക്കൊരു കണ്ടന്റ് ആയിരുന്നു. അയ്യോ ഇരുട്ടായി. ഫൈഹ നമുക്ക് പോവല്ലേ? വാ പോവാ. ഓക്കെ. ആളിങ്ങനൊക്കെ പാടൂ. മുസ്ലിം ഭക്തിഗാനങ്ങളായിട്ടും ഹിന്ദി പാട്ടുകളായിട്ടും തമിഴുകളായിട്ടും കുറെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് തന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം ഈ രാത്രി. ഓക്കെ, താങ്ക് യു.